ഹലോ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധിയണയുവതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധിയണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിമം പോൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധിയണയുവതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധിയണയുവതേ. എന്നെ ഈ ലൈവ് കൂടെ ശ്രദ്ധിക്കുന്ന എന്റെ മാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഈ സായം സന്ധ്യയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു ലഘു സന്ദേശം ഇവിടെ ആരംഭിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്ന ഒരു പോസ്റ്റിൽ അറിയിച്ചിരുന്നല്ലോ, ഇന്ന് ഈ സമയത്ത് ഞാൻ ലൈവിൽ സംസാരിക്കുമെന്ന്. ഞാൻ വലിയ പ്രസംഗിയോ പ്രസംഗികളുടെ പ്രഭുവോ പ്രസംഗ വല്ലഭനോ പ്രസംഗ വീരനോ പ്രസംഗ കലാകാരനോ ഒന്നുമല്ല. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് പ്രകാശിപ്പിക്കുന്ന ആശയങ്ങൾ, അത് വചനാനുസൃതമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന ആശയങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കും പകർന്നു കൊടുക്കണമെന്നുള്ള ചിന്തയിൽ സംസാരിക്കുന്നു എന്ന് മാത്രം. ശാരീരികമായി കഴിഞ്ഞ ചില വർഷങ്ങളായി തന്നെ ഞാൻ വളരെയധികം വേദനകളിൽ കൂടെയും വിഷമതകളിൽ കൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ സോഷ്യൽ മീഡിയയെ മുഖരിതമാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ, അതൊക്കെ പലർക്കും അരോചകമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും ഈ വിഷയമാണ്. ഇത് പണ്ടേയുള്ള വിഷയമാണ്. എന്നാൽ ഇപ്പോൾ ഇതിനെ ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിച്ച് ഇത് ആളി കത്തിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ കേന്ദ്രം ഇതാണ്: പെന്തക്കോസ്ത് വിശ്വാസികളായവർക്ക് സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ, സ്വർണമോ വെള്ളിയോ എന്ന് പറയട്ടെ, ആഭരണങ്ങൾ ധരിക്കാമോ? ആഭരണം ധരിക്കുന്നത് പാപമാണോ? ധരിച്ചാൽ എന്ത് ചെയ്യും? ധരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള തർക്ക സംഗതികളിൽ എല്ലാവരും ഇടപെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ പോസ്റ്റുകൾ, ധാരാളം സഹോദരങ്ങളുടെ പോസ്റ്റുകൾ ഞാൻ വായിക്കാറുണ്ട്. അതൊക്കെ വായിച്ചപ്പോൾ വേദപുസ്തകം പ്രസംഗിക്കുന്ന ശുശ്രൂഷക്കാർ തന്നെ ഇതിനെക്കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങളാണ്. അവരൊക്കെ പിടിച്ച കൊമ്പിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോ എനിക്ക് തോന്നി, ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ച ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ സമൂഹത്തിന് മുമ്പിൽ വെക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ ഈ ആഭരണധാരണത്തെ കുറിച്ചുള്ള, അഥവാ ആഭരണം ധരിക്കണം എന്നുള്ള മനുഷ്യന്റെ മനസ്സിന്റെ ചിന്താഗതികളും അതിന് വിഘാതം നിൽക്കുന്ന ചിന്തകളും ഒക്കെ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സമൂഹത്തിനിടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ധാരാളം വിമർശനങ്ങളും ധാരാളം മോശമായ അസഭ്യമായ കമന്റുകളും ചീത്തവിളികളും ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ദൈവം പ്രകാശിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ഈ ലൈവിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിനകത്ത് ഒരു ചെറിയ കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ഈ ലൈവിൽ അല്പസമയം കൊണ്ട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന തലമുറ
ഒരു വല്ലാത്ത തലമുറയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ദോഷമുള്ള തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്, വക്രതയുള്ള തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം വളഞ്ഞ വഴികളാണ്, എല്ലാം വളവാണ്. നേരെ പോകുക എന്നുള്ള ഒരു പരിപാടിക്കും ഇന്ന് പ്രാമുഖ്യമില്ല. എല്ലാം വളവാണ്. വളഞ്ഞു നടക്കുക, വളഞ്ഞു ചിന്തിക്കുക, വളഞ്ഞു പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള ഒരു ദുഷ്പ്രവണതയാൽ നിറയപ്പെട്ട ഒരു സമൂഹത്തിലെ ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ ദൈവമക്കളായി തീർന്നവരാണെങ്കിൽ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ ആക്കാൻ ഉദ്ദേശിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, നിങ്ങൾ നിൽക്കുന്ന ഈ സമൂഹം വക്രത നിറഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പാടുന്നത്, വക്രത നിറഞ്ഞ പാവലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം, നിന്റെ പൊന്നു നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. അപ്പൊ നമ്മൾ പാടുന്നത് പോലെ തന്നെ നമ്മൾ വക്രത നിറഞ്ഞ, പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, ഈ വക്രത നിറഞ്ഞ ലോകത്തിൽ നിന്ന് നിങ്ങൾ വേർപെട്ട് ജീവിക്കണം. ജീവിതത്തിൽ ഒരു വേർപാട് നിങ്ങൾക്ക് ആവശ്യമാണ്, വേർപാട് ആവശ്യമാണ്. അങ്ങനെ വക്രതയും കോട്ടവും ദോഷവും വ്യഭിചാരവും സകല ദുർവൃത്തികളും നിറഞ്ഞ ഒരു ജീവിതത്തിൽ മനുഷ്യൻ മുഴുകിയിരിക്കുമ്പോൾ, തികച്ചും ഇരുട്ടിന്റെ അഗാധമായ തലങ്ങളിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ, സർവലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി മനുഷ്യ ഹൃദയങ്ങളിൽ കർത്താവായ യേശു പ്രകാശിച്ചപ്പോൾ, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു കൂട്ടം ആളുകളാൽ ആ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു കൂട്ടമാണ് പെന്തക്കോസ്ത് കൂട്ടായ്മകൾ. അന്ന് ആദർശങ്ങളും ഉപദേശങ്ങളും വിശ്വാസവും ചിന്തയും എല്ലാം വളരെ ഭയഭക്തി നിറഞ്ഞതായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ഭക്തി മുറുകെ പിടിച്ചവരായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏത് സമയത്തും ഭൂമിയിൽ സംഭവിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചവരായിരുന്നു. യഥാർത്ഥ ദൈവരാജ്യ പ്രാപ്തിക്ക് വേണ്ടി തങ്ങളുടെ രക്ഷകനായ കർത്താവായ യേശുവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ജീവിതത്തിൽ താങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് തോന്നുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ത്യജിക്കുവാൻ സന്മനസ്സുള്ളവരും ത്യജിച്ചവരുമായിരുന്നു. അതിന്റെ പേരിൽ അനേക പ്രശ്നങ്ങളിൽ കൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. പലർക്കും അവരവരുടെ വീടുകളിൽ നിന്ന് അടിച്ചിറക്കപ്പെടേണ്ടി വന്നു. തെരുവുകളിൽ അന്ത്യപ്പെടേണ്ടി വന്നു. കുടിക്കാൻ പൈപ്പിലെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ധാരാളം കഷ്ടതകളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും അവർ സഹിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? അവരെന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചതുകൊണ്ട്. അവരൊക്കെ നിലനിന്നിരുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, അവരുടെ സാമൂഹ്യ വ്യവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ സന്ദേശം കേട്ട് മനസ്സ് തിരിഞ്ഞ് അവർ കർത്താവിന്റെ ഇടയിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. അപ്പോ ജീവിതത്തിൽ അന്ന് അവർക്ക് മനസ്സിലായി, ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെയും നിർമ്മലതയോടുകൂടെയും ജീവിക്കാൻ ഒരു വേർപാട് ആവശ്യമാണ്. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കണമല്ലോ, വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിപ്പി. അപ്പൊ ഈ വേർപാട് എന്ന് പറയുന്ന വിഷയം ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും ദൈവം പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനികളോടും ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒരു വേർപാട് എല്ലാവർക്കും ആവശ്യമാണ്. അങ്ങനെ വേർപെട്ടിരിക്കുകയും എന്നുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ വേർപാട് അനുഷ്ഠിച്ച് ജീവിക്കാൻ, വക്രത നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഈ വക്രന്മാരുടെ വക്രതയ്ക്ക് കൂട്ടുനിൽക്കാതെ തങ്ങൾക്ക് ലഭിച്ച യഥാർത്ഥ ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ വിലപിടിപ്പുണ്ടെന്ന് തോന്നുന്ന സകലതും മാറ്റിവെക്കുവാൻ അന്ന് അവർ തയ്യാറായി. അന്ന് അവർക്ക് ദാരിദ്ര്യം കൊണ്ട് ശരീരമൊക്കെ മെലിഞ്ഞിരുന്നു, ശരീരത്തിന് പുഷ്ടിയൊക്കെ കുറഞ്ഞിരുന്നു, മറ്റു ഭൗതിക വിചാരങ്ങളൊക്കെ കുറവായിരുന്നു. അവർക്കുണ്ടായിരുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ഭക്തിയായിരുന്നു കൂടുതൽ.
ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ദാരിദ്ര്യങ്ങളോ ശരീര പുഷ്ടിയോ തീറ്റി തടിപ്പിച്ച ഭാഷാൻ കൂറ്റന്മാരുടെ മാതിരിയുള്ള വലിയ ദൃഢഗാത്രമായ ആരോഗ്യ സംവിധാനങ്ങളൊന്നും അവർ അന്ന് ആഗ്രഹിച്ചില്ല. ഞാൻ പറയുന്ന ഭാഷ കുറച്ച് കടത്തു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. അത് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കത് വിഷയമല്ല. പക്ഷെ പറയേണ്ടത് പോലെ പറയാൻ ഞാൻ അങ്ങ് പറയുന്നത് മാത്രം. നോക്ക് പ്രിയമുള്ളവരെ, അപ്പൊ അന്ന് അവർ അങ്ങനെ ജീവിച്ചു. അന്ന് അവർക്ക് വിശുദ്ധിയും വേർപാടും അതിനുവേണ്ടി എന്തും അനുഷ്ഠിക്കാൻ അവർ തയ്യാറുള്ളവരായിരുന്നു. കാലക്രമത്തിൽ പട്ടിണി മാറി, ദാരിദ്ര്യം മാറി, ചെറ്റപ്പുറകളും ഓലക്കുടിലുകളും മാറി, അവിടെയൊക്കെ നല്ല ഒന്നാം തരം മണിമന്ദിരങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു. നല്ല വില കൂടിയ കാറുകൾ കിട്ടി, നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല ജോലി കിട്ടി, പണം ഇഷ്ടം പോലെ വന്നു, വിദേശ ബന്ധങ്ങൾ ധാരാളം ഉണ്ടായി. അങ്ങനെ പിന്നെ ശരീരവും അതുപോലെ അങ്ങോട്ട് മിനിങ്ങി. പണ്ടൊക്കെ ഒറ്റമുണ്ടും തോർത്തൊക്കെ ഉപയോഗിച്ചിരുന്ന കാലത്തിൽ നിന്ന് മാറി പാന്റ് ഷർട്ടും കോട്ടും സൂട്ടും ടൈയും ഒക്കെ ധരിക്കാൻ തുടങ്ങി. അതുപോലെ വില കൂടിയ എല്ലാ സംഗതികളും ധരിക്കാനുള്ളത് കൈ കിട്ടി, സ്വർണവും കിട്ടി, വസ്ത്രങ്ങളും കിട്ടി, എല്ലാം കൈ കിട്ടി. ഇപ്പോഴത്തെ ചിന്ത ഈ കിട്ടിയതൊക്കെ കളയാതെ നിലനിർത്താൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. അപ്പൊ അതിന് ഓരോരുത്തരും ഓരോ മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നു. അത് പ്രായോഗികത്തിലാക്കുവാൻ ശ്രമിക്കുന്നു. ചെയ്തോ, ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ വേദപുസ്തകത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, അതുകൊണ്ട് ഓരോരുത്തരും താന്താന് തോന്നിയതുപോലെ നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്നും അത് തന്നെയാണ്. ഇന്നും ഇവിടെ നമ്മൾ വിശ്വാസികളാണ്, ദൈവമക്കളാണെന്ന് പറയുന്നുവെങ്കിലും ഇവിടെ ഒരുത്തന് നേതാക്കന്മാരായി വരുന്നവരെ ആരും അംഗീകരിക്കത്തുമില്ല. ഏത് ഓരോ നേതാക്കന്മാർക്കും ഓരോരോ തിയറികളാണ്. ഓരോരുത്തരും അവരവരുടെ അനുയായികളും തോന്നിയതുപോലെ നടക്കുകയാണ്. ദൈവത്തിന്റെ വചനവും ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് തോന്നിയതുപോലെ ചെയ്യുന്നു. അതെന്തുമാകട്ടെ, നമുക്കാരെയും എന്റെ ഒരു പ്രസംഗം കൊണ്ട് ഇവിടെ ഒന്നും കീഴ്മേൽ മറിയും എന്നുള്ള ഒരു ചിന്തയൊന്നും എനിക്കില്ല. എന്നാൽ ഞാൻ പറയുന്ന വാക്കുകൾ അംഗീകരിക്കാൻ ഒരാളെങ്കിലും, ഒരു 10,000 പേര് ഇത് കേൾക്കുന്നതിൽ ഒരാളെങ്കിലും ഇത് ശരിയാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ ഞാൻ ധന്യനായി. ഇനി ആരും അംഗീകരിച്ചില്ലെങ്കിലും എനിക്കതിൽ ഖേദിക്കാനൊന്നുമില്ല. ദൈവം തരുന്ന കൃപയ്ക്കത്തോളം ഞാൻ ഇതിനിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരുന്നു. വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയിൽ നമ്മൾ ജീവിക്കുന്നു. അപ്പൊ നമ്മളോട് ദൈവവചനം പറയുന്നു, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ വേർപെട്ടിരിക്കണം എന്ന് പറയുന്നു. വേർപാട് എന്നുള്ള നിലവാരത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് വിപരീതമായി നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഒരു കാര്യം മാത്രമല്ല, സ്വർണമാണെങ്കിൽ സ്വർണം മാത്രമല്ല, കർത്താവിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വസ്ത്രധാരണം, കർത്താവിന് യോഗ്യമല്ലാത്ത രീതിയിലുള്ള പാർപ്പിടം, കർത്താവിന് യോഗ്യമല്ലാത്ത രീതിയിലുള്ള യാത്ര, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, ഒന്നുകൂടെ പറഞ്ഞാൽ ആഡംബര ജീവിതവും ദൈവം വെറുക്കുന്നു. ആഭരണ ധാരണവും ദൈവം വെറുക്കുന്നു. ഇതൊക്കെ സത്യങ്ങളാണ്. ഇഷ്ടമുണ്ടെ സ്വീകരിച്ചാൽ മതി. വലിയൊരു പണക്കാരനെ നോക്കിക്കൊണ്ട് ഒരു ദിവസം രാത്രി ദൈവം പേര് വിളിച്ചു, മൂഢ എന്ന് വിളിച്ചു. ഇന്നത്തെ അപ്പോസ്തലന്മാരെന്ന് അഭിനയിക്കുന്നവർ പറയുന്നു, ദൈവം നിനക്ക് സ്വത്ത് വാരിക്കോരി നിന്നെ അതിന്റെ അതിന്റെ മൂടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതിന്റെയൊക്കെ ആ അന്തരം മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ എന്റെ മനസ്സിൽ പ്രകാശിച്ച ഒരു കാര്യം, അതായത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മളൊരു സ്ത്രീയെ കാണുന്നു. സ്ത്രീകളാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആഭരണത്തിന്റെ ഒക്കെ പ്രശ്നത്തിൽ. ഇന്ന് ഞാനിട്ട ഒരു പോസ്റ്റിന്റെ താഴെ ഒരു സഹോദരി വേറൊരു സഹോദരനോട് വളരെ മോശമായ രീതിയിൽ കമന്റുകൾ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. എനിവേ, അവരാണല്ലോ ഇതിന്റെ ആഭരണ ഉപഭോക്താക്കൾ. അപ്പം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് ആത്മീകമായി ഒരു നഗരമാണ്, അപ്പോൾ തന്നെ അക്ഷരീകമായി ഒരു നഗരമാണ്,
അപ്പോൾ തന്നെ ആത്മീകമായി ആ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യാജ മതമാണ്. ആ മതത്തിന്റെ ഓരോ അംഗങ്ങളും അതിന്റെ ഭാഗഭാക്കുകളാണ്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഈ സ്ത്രീയായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു വലിയ സംഭവമാണ്. എന്നാൽ ആ സ്ത്രീയുടെ ആ സ്ത്രീയെ കുറിച്ച് ഒരു വിവരണം നമുക്ക് അവിടെ മനസ്സിലാക്കുന്നു. പട്ടും കടഞ്ചുവപ്പും ധൂമ്രവർണ്ണവും നിറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പൊന്നും മുത്തും രത്നങ്ങളും ഒക്കെ അണിഞ്ഞവളായി, പിന്നെ സ്വർണത്തിന്റെ പാനപാത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട്, അവൾ കുടിക്കുന്ന സാധനത്തിനെ പറ്റി ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് വേറെ സാധനമാണ്, അത് പിന്നെ പറയാം. അപ്പൊ അങ്ങനെ നമ്മുടെ പച്ച സാഹിത്യത്തിൽ പറഞ്ഞാൽ സർവാഭരണ വിഭൂഷിതയായി ഒരു സ്ത്രീ ഇരിക്കുന്നു. ആര് കണ്ടാലും ഒന്ന് മോഹിച്ചു പോവും, ഒന്ന് നോക്കിപ്പോവും. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാരണം ഇരിപ്പ് അങ്ങനത്തതാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മൾ ഇന്ന് കിടന്ന് ബന്ധപ്പെടുന്ന, നമ്മൾ ഇന്ന് ഇവിടെ കിടന്ന് ബഹളം കൂട്ടുന്ന മാലയും താലിയും കമ്മലും മോതിരവും ചെയിനും എന്ന് വേണ്ട പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുള്ള എല്ലാ ആഭരണ ധാരണങ്ങളൊക്കെ അണിഞ്ഞു ഒരുങ്ങി അങ്ങനെ സ്റ്റൈലിൽ അഴിച്ച് നടക്കണം. ഒരു കാലത്ത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനേകർ സമരം ചെയ്ത് അനേകരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഒരു നാടാണ് നമ്മുടേത്. ഇന്ന് അങ്ങനെയാണോ? ഉള്ള വസ്ത്രം എങ്ങനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ജീവിക്കാമെന്നുള്ള ബന്ധപ്പാടിൽ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാത്തിനും എല്ലാവർക്കും ന്യായീകരണങ്ങളുണ്ട്. അപ്പോൾ നോക്കുക, ഈ മഹദിയം ബാബിലോൺ സകല മ്ലേച്ഛതകളുടെയും മാതാവ്, എല്ലാ ആണയാഭരണങ്ങളും ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നടക്കുന്നു. അവൾക്ക് പൊന്നുണ്ട്, മുത്തുണ്ട്, രത്നമുണ്ട്. ഇതെല്ലാം ലോകത്തെ കാണിക്കുന്നു, ലോകത്തിലെ ജനങ്ങളെ കാണിക്കുന്നു, ലോക മനുഷ്യന്റെ സ്വഭാവത്തെ കാണിക്കുന്നു, ലോക മനുഷ്യന്റെ വ്യാജ മത ചിന്തകളെ കാണിക്കുന്നു. ശരിയല്ലേ? ഒരുപക്ഷെ നിങ്ങൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് വേറെ പല പല അർത്ഥങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും. എനിക്കതൊന്നും വിഷയമല്ല, അതിനൊന്നും ഞാൻ എതിർക്കാനും പോകുന്നില്ല. പക്ഷേ ഒന്ന് ലളിതമായി ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇനി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണും: കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മൾ പെന്തക്കോസ്തുകാരെ കുറിച്ച് നമ്മുടെ ചിന്ത എന്താണ്? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തു എന്ന ഏക പുരുഷനെ വിവാഹം കഴിക്കാനുള്ള നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ നിർമ്മല കന്യകയുടെ കൂട്ടത്തിലാണ് നമ്മളെന്ന് പറഞ്ഞാണ് നമ്മൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും പാട്ടുപാടുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ. ഈ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇനി അതിൽ നിന്ന് മാറ്റി ഞാനിപ്പോ കന്യകയല്ല, ഞാൻ 10 പിള്ളേരുടെ തള്ളയാണെന്നുള്ള ചിന്തയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എനിവേ വചനം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരു കാന്ത ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നേരെ ഇങ്ങപ്പുറത്ത് അന്തിക്രിസ്തു എന്ന് പറയുന്ന, എതിർക്രിസ്തു എന്ന് പറയുന്ന മണവാളന് വേണ്ടി ഒരു വ്യാജ മണവാട്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യാജ മണവാട്ടിയാണ് ഈ മഹദിയം ബാബിലോൺ. ദൈവത്തിന് സ്തോത്രം. ഈ വ്യാജ മണവാട്ടിയെ വേളി കഴിക്കാൻ വരുന്നവനാണ് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന, നമ്മുടെ മലയാളത്തിൽ പറയുന്ന അന്തിക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നോക്കൂ, അങ്ങേപ്പുറത്ത് ഒരു നിർമ്മല കന്യക മണവാട്ടിയായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വേണ്ടി വേളിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന ഒറിജിനൽ ക്രിസ്തുവായ മണവാളനാണ്. യഥാർത്ഥമായ ക്രിസ്തുവാണ് ഈ പറയുന്ന കന്യകയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആത്മീകമായി ഈ 2 തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് എതിർ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ആത്മാക്കൾക്ക് എന്തൊക്കെയുണ്ട്? പൊന്നും മുത്തും രത്നവും സ്വർണ്ണ പാനപാത്രവും ധൂമ്രവും കടഞ്ചുവപ്പും പിന്നെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഉണ്ട്. യേശുക്രിസ്തു എന്ന മണവാളന് വേണ്ടി ഒരുക്കപ്പെടുന്നത് ഒരു കന്യകയാണ്.
അവൾക്ക് എന്തുണ്ട്? അവൾക്ക് ദൈവത്തിന്റെ കൃപയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തിനുള്ള കൃപയാണ്? ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കാനുള്ള കൃപയാണ്. യേശുക്രിസ്തുവിന്റെ മണവാട്ടി ദൈവത്തിന്റെ കൃപയാൽ അലങ്കരിക്കപ്പെടുമ്പോൾ ഇങ്ങേപ്പുറത്ത് അന്തിക്രിസ്തുവിന്റെ മണവാട്ടി ലോകത്തിലുള്ള സകല വ്യാജ വസ്തുക്കളെ കൊണ്ടും അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ചീത്ത വിളിക്കുന്നതിന് പകരം, എനിക്കെതിരെ തെറി കമന്റുകൾ പാസ്സാക്കുന്നതിന് പകരം ആത്മാർത്ഥമായി നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് ഓരോ പെന്തക്കോസ്തുകാരനും ഓരോ പെന്തക്കോസ്തുകാരിയും കൂലങ്കക്ഷമായി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്കാരുടെ പണത്തിന് വേണ്ടി ഞാൻ പ്രസംഗിക്കുന്നില്ല. എനിക്കാരും പണവും തരുന്നുമില്ല. പക്ഷെ എനിക്ക് താല്പര്യങ്ങളൊന്നുമില്ല. ദൈവവചനത്തിൽ കൂടി ഒരു ആത്മപ്രകാശനം ലഭിച്ചപ്പോൾ അത് മറ്റുള്ളവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ നോക്കൂ പ്രിയമുള്ളവരെ, എതിർ ക്രിസ്തു എന്ന മണവാളനും അവന് വേണ്ടി ഒരുങ്ങുന്ന മഹതിയാം ബാബിലോനും, യേശു ക്രിസ്തു എന്ന മണവാളനും അവന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞാടിന്റെ അവന് വേണ്ടി ഒരുങ്ങുന്ന കാന്തയും. എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി സർവാഭരണ വിഭൂഷിതയായി ഭൗതിക സാഹചര്യങ്ങളിൽ മുഴുകി നടക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മണവാട്ടി ശുദ്ധവും ശുഭ്രവുമായ നിർമ്മല വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങുന്നു. അവൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഇനി നമ്മൾ 17-ാം അധ്യായം വായിക്കുമ്പോൾ ഈ എതിർ ക്രിസ്തു എന്ന മണവാളൻ ഈ മഹതിയാം ബാബിലോൻ എന്ന മണവാട്ടിയെ വേടി കഴിച്ചിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ഈ സ്വന്തം മണവാട്ടിയായ ഇവന്റെ ഭാര്യ, ഇവന്റെ മണവാട്ടിയെ അവൻ തന്നെ ദ്വേഷിച്ച് കൊന്ന് ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന നിർമ്മല കന്യകയ്ക്ക് വേണ്ടി അവളുടെ മണവാളൻ തന്റെ സ്വന്തം ജീവരക്തം വിലയായി ഊറ്റിക്കൊടുത്ത് അവളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യയിൽ അവളുമായി ഒരുമിച്ച് ചേർന്ന് നിത്യ യുഗകാലമുള്ള ഒരു വാസത്തിലേക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് മഹതിയാം ബാബിലോണിന്റെ പൊന്നും മുത്തും രത്നവും വൈരവും എന്ന് വേണ്ട ചന്തവും മറ്റേ സംവിധാനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമോ? നിങ്ങളത് എടുത്തോളൂ. നിങ്ങൾ അങ്ങനെ ജീവിച്ചു പോയിക്കോളൂ. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അതല്ല, നിങ്ങൾക്ക് കുഞ്ഞാടിന്റെ കാന്തയായി ശുദ്ധവും ശുഭ്രവുമായ നിർമ്മല വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയിൽ ഒരുങ്ങണമോ? നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ചെയ്യുന്നതിന്റെ തക്കതായത് പ്രാപിക്കും. അങ്ങനല്ലയോ? ഓരോരുത്തരും വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നീ ഇവിടുത്തെ സ്വർണം വിതച്ചാൽ ഇവിടുന്ന് കുറെ സ്വർണം കൊയ്യും. നീ ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ഇതൊക്കെ വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലാത്ത ഒരു കാര്യം പറഞ്ഞാണ് തർക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വസ്ത്രം കുറച്ച് വില കൂടിപ്പോയത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം അത് നമ്മുടെ ശരീരത്തെ മറയ്ക്കുന്നതിന് പ്രയോജനപ്പെടും. നമ്മുടെ കാർ എത്ര കോടിയുള്ളതോ ആയിക്കോട്ടെ, അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. എന്താണ്? നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ സ്വർണത്തിന്റെ കവറിങ്ങുള്ള ഒരു വാച്ചാണ് കെട്ടിയെന്ന് കൂടിയോ, പക്ഷേ അതിൽ നമുക്കൊരു പ്രയോജനമുണ്ട്. ആ വാച്ചിലെ സമയം നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. അത് അലങ്കാരപരമായി ഉണ്ടാക്കിയിരിക്കുന്നത് ശരിയാണ്. അതേപോലെ സ്വർണം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത് ശരീരത്തിന്? സ്വർണത്തെ ദൈവം നിഷേധിച്ചിട്ടില്ല, ഞാൻ നിഷേധിക്കുന്നില്ല. സ്വർണം കൊണ്ടുള്ള വീട്ടിലല്ലേ നമ്മൾ പോയി താമസിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ എന്താ കുറച്ച് സ്വർണം ഇട്ടാൽ എന്നൊരു ചിന്തയൊക്കെ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു സത്യം ഞാൻ പറയാം. സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ ശരീരത്തിൽ വാരി അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആർഭാടം കാണിച്ച് ജീവിക്കുന്നതിനോടാണ് ദൈവത്തിന് വിരക്തി. എന്നാൽ സ്വർണം നിന്റെ ജീവിതത്തിൽ ഒരു സമ്പത്തായിട്ട്, കാരണം പണ്ടുകാലത്ത് സ്വർണം കൊണ്ടുള്ള നാണയങ്ങൾ തന്നെ ഉണ്ടായിരുന്നു, പണം. അപ്പം അങ്ങനെ മനുഷ്യന്റെ ജീവൻ സന്ധാരണത്തിന് ആവശ്യമായ രീതിയിൽ ഏത് കാര്യം ഉപയോഗിക്കുന്നതിനും ദൈവം എതിരല്ല. പറ്റുമെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടൊരു വീടുണ്ടാക്കി നീ അതിനകത്ത് താമസിച്ചോ, ദൈവം അങ്ങനെയല്ലോ പറഞ്ഞെന്ന് വിചാരിച്ചോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും സ്വർണം കൊണ്ട് നിന്റെ ശരീരത്തെ അണിയിപ്പിച്ച്
നിന്റെ കാതിനെ കുത്തിത്തുളച്ച്, നിന്റെ മൂക്കിനെ കുത്തിത്തുളച്ച് ഈ കറ പിടിച്ച സ്വർണ്ണ മുക്കുപണ്ടം പലരും പറ്റിക്കപ്പെടുകയാണ്. പണ്ടമാണെന്ന് പറഞ്ഞ് മേടിക്കും, കുറച്ചു ദിവസം കഴിഞ്ഞ് പരിശോധിച്ച് നോക്കുമ്പോൾ അത് മുക്കുപണ്ടമാണെന്ന് മനസ്സിലാക്കും, പിന്നെ പരവേശം പിടിച്ചു ഓട്ടമായി. ഇനി നല്ല പണ്ടമാണെങ്കിൽ തന്നെ അത് വാരി അടിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ 5 പവന്റെ മാലയിട്ടുണ്ടാ പോയത്, ഒരുത്തൻ ബൈക്കിൽ വന്ന് അത് പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. എന്തെല്ലാം പ്രശ്നങ്ങൾ. പുഴുവും തുരുമ്പും കളിക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുതെന്നല്ലേ കർത്താവ് പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കൂ, ഇതെല്ലാം പറഞ്ഞത് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നോക്കുക, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങുന്ന സഭ, എതിർ ക്രിസ്തുവിന് മണവാട്ടിയായി ഒരുങ്ങുന്ന മഹതിയാം ബാബിലോൺ, നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കും? മഹതിയാം ബാബിലോന്റെ കൂടെ പോയാൽ അവർക്ക് ഭയങ്കര സമ്മതമാണ്. അവിടെ പൊന്നും വെള്ളിയും മുത്തും രത്നങ്ങളൊക്കെ അണിഞ്ഞ് ശരിക്കും നടക്കാം, കൈ നിറച്ച് നടക്കാം. പിന്നെന്താ, ഈ സ്വർണ്ണക്കടക്കാർ പരസ്യപ്പെടുത്തുന്നത് പോലെ സ്വർണം കൊണ്ടുള്ള ഉടുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നടക്കാം, ഒരു കുഴപ്പമില്ല. എന്നാൽ യേശു ക്രിസ്തുവിന് അതൊന്നും വേണ്ട. അതിനൊക്കെ വേണമായിരുന്നെങ്കിൽ അവന്റെ ശരീരത്തിന്റെ വസ്ത്രം പോലും ഉരിഞ്ഞു കളഞ്ഞിട്ടാണ് ഇവന്മാർ അവനെ ക്രൂശിച്ചത്. അവന്റെ കയ്യിലും കാലിലും ആണിയടിപ്പിക്കേണ്ട ഗതിയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വിശേഷ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ കഷ്ടപ്പെട്ടത്. സഹോദരങ്ങളെ, പൊന്നും വെള്ളിയും ധരിപ്പിക്കാൻ വേണ്ടിയല്ല, പിന്നെ അതിനേക്കാളും വിലയേറിയ വിശേഷ വസ്ത്രം നിന്നെ ധരിപ്പിക്കാൻ, രക്ഷ എന്ന വസ്ത്രം ധരിപ്പിക്കാൻ, അതിനുവേണ്ടിയാണ് അവന്റെ കൈകളിലും കാലുകളിലും ആണിയടിക്കപ്പെട്ടത്. അതിനുവേണ്ടിയാണ് അവന്റെ വിലാപ്പുറം തുളയ്ക്കപ്പെട്ടത്. നീ യേശുക്രിസ്തുവിനെയാണ് നീ നോക്കുന്നതെങ്കിൽ, യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ച യേശുക്രിസ്തു ആയിരിക്കും നിന്റെ ഹൃദയത്തിൽ. ആ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. അതിന് വേറെ ഒരുപാട് പറയാനുണ്ട്, സമയം പോകുന്നുണ്ട്, നിർത്തുകയാണ്. അപ്പോൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാനിതിലൂടെ അവസാനിപ്പിക്കട്ടെ. മഹതിയാം ബാബിലോനെ വേണമോ? പിന്നെ കുഞ്ഞാടിന്റെ കാന്തയെ വേണമോ? ഏത് വേണം? കുഞ്ഞാടിന്റെ കാന്തയായിട്ടാണ് നീ ഒരുങ്ങുന്നതെങ്കിൽ നിനക്ക് ആവശ്യം ശരീരത്തെ മുഴുവൻ മറച്ച് മാന്യമായി വസ്ത്രം ധരിക്കുന്ന ഒരു വിശേഷ വസ്ത്രമാണ് നിനക്ക് ആവശ്യം. കുറെ പെണ്ണുങ്ങളെ നമ്മൾ കാണുന്നുണ്ട്, അവരൊക്കെ ചോദിക്കുന്നത്, അവരെല്ലാം ഭയങ്കര വേദപുസ്തകം പ്രസംഗിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. അവരോട് നിങ്ങൾ ദൈവവചന ശുശ്രൂഷയുമായി നിൽക്കുമ്പോൾ നിങ്ങളൊരു ശിരോവസ്ത്രം തലയിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ആ പറയുന്ന പുരുഷന്റെ നേരെ അവര് കുതിരകയറ്റം നടത്തുന്നു. അവര് ചോദിക്കുന്നു, അങ്ങനെ വചനം പറയുന്നുണ്ടോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നാ ചെയ്യും എന്ന് പറഞ്ഞ് ചാടുന്നു. ദൈവഭക്തിയുള്ള സഹോദരിമാർ, കർത്താവിന്റെ വചനവുമായി നിൽക്കുന്ന ഏത് ശുശ്രൂഷയിലും അവര് ദൈവവചനം പറയുന്നത് പോലെ വിനയത്തിന്റെ അടയാളമാണ് അവരൊരു ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. ഇതൊന്നുമില്ലാതെ ഇഷ്ടം പോലെ പ്രസംഗിക്കുന്നവരുടെ പ്രസംഗങ്ങളും അവരുടെ കസർത്തുകളും ഒക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്ക് അതിനോട് വിരോധം ഉണ്ടായിട്ടില്ല, കാരണം അത് അങ്ങനെ പോവുള്ളൂ, എന്തെങ്കിലും ആകട്ടെ. എങ്കിലും ഞാൻ ഈ പറഞ്ഞ വാക്യം നമ്മൾ ഇവിടെ കൊണ്ട് ഈ ലൈവ് ഇവിടെ നിർത്താൻ പോകുന്നു. നമുക്ക് ചിന്തിക്കാം, പൊന്നും മുത്തും രത്നങ്ങളൊക്കെ അണിഞ്ഞ മഹതിയാം ബാബിലോന്റെ കൂടെ പോണമോ? അല്ല, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നിന്നെ ആരാ ഒരുക്കേണ്ടത്? തന്നെത്താൻ ഒരുക്കുന്നു. ഏതെങ്കിലും തട്ടാനോ ഏതെങ്കിലും സ്വർണ്ണപ്പണിക്കാരനോ ഏതെങ്കിലും ഗോൾഡ് കമ്പനിക്കാരനോ അല്ല നിന്നെ ഒരുക്കേണ്ടത്, നീ തന്നെയാണ് ഒരുക്കേണ്ടത്. ഇന്ന് നിന്നെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് സഹായിയുമായിട്ടുണ്ട്. ഇതൊക്കെയാണ് ദൈവവചനത്തിന്റെ സത്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വിശേഷ വസ്ത്രം ധരിപ്പാനുള്ള കൃപ നമുക്ക് പ്രാപിച്ചുകൊണ്ട് മുന്നേറണമെന്നൊരു തീരുമാനമുണ്ടോ? ആ വസ്ത്രം എന്താണ്? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. അപ്പൊ സ്വർണവും പൊന്നും വെള്ളിയും മുത്തുവാകുന്ന ഭൗതിക വസ്തുക്കൾ കൊണ്ട് നമ്മളെ അലങ്കരിച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളെ കൊണ്ട് അതുകൊണ്ടുള്ള ഒരു വസ്ത്രം നമ്മൾ ആ വസ്ത്രത്താൽ അലങ്കരിക്കപ്പെട്ടവരായി നമ്മൾ നടക്കണമെന്നാ പറയുന്നത്. ചുരുക്കം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹതിയാം ബാബിലോനെ വേണമോ?
പിന്നെ ഇങ്ങേപ്പുറത്ത് കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന നിർമ്മല കാന്തയെ വേണമോ? നീ ഏത് ഗണത്തിലായിരിക്കും? ചിന്തിക്കുക, തിരഞ്ഞെടുക്കുക. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ലൈവിൽ സംസാരിക്കാം. സർവകൃപാലുവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.